ಅಸುರನಿ ರಾವಣ ಅರಿಶಕ್ಕೂಟಂ ಮತ್ತುವನ ರಾಕ್ಷಸರಾಡ പത്തുതല വീരം കൊത്തനാട് ശൗര്യം മുട്ടുമട കാത്തൊരു വീരം കേസെന്തോരം ചുമ്മാതെ എന്നാലും കണ്ടോടാ തോക്കില്ലേലും കയ്യൂക്കിൻ തന്റെ ഇടം കണ്ടോടാ ഉടനടിയിട്ടോര കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാര കേറ്റും നോക്കാതിടമ്പലം ഈ ഒരു ഗതി പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ ആരുടെ വിധിയ അസുരനി രാവണ ഹരിശക്കൂട്ടം മത്തുവന്ന രാക്ഷസരാടാ പത്തുതല വീര്യം കൊത്തനാട് ശൗര്യം മുട്ടുമട കാത്തൊരു വീരം ചീട്ട് കൊട്ടാരം പെണ്ണിൻ മൂക്കിനറ്റത്ത് കാറ്റടിച്ചപ്പോ വീണ കൂടാരോ ഉയരു നിറയെ ഉടലു നിറയെ പടരുമുടനെ കുളിരോ ഉശിരോ കരവോ കടലോ കനലോ കടലു മുഴുവിലൊഴുകി ഒഴുകി കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം പിരാന്തുമൂടിൽ പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നു കലാപക്കാര ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാര കേറ്റും നോക്കാതിടമ്പലം ഈ ഒരു ഗതി പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാ ആരുടെ വിധിയ അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ് മറ്റെല്ലാം ചുമ്മാ. കീർത്തി എന്തോ? സൂപ്പർ Thank you, അടിപൊളി എനർജി എന്താ ഡാൻസ് പിന്നെ കീർത്തി ഡാൻസ് കളിക്കാൻ മിടുക്കിയാണ് ആ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു മാത്രമേ ഉള്ളൂ കുറച്ച് ഡാൻസ് ആദ്യം മനോഹരമായിരുന്നു പക്ഷെ ഇതിലെ ആ ഒരു വോയിസും എല്ലാം ഭയങ്കര നിനക്ക് ചേരുന്നുണ്ടായിരുന്നു ചോദിക്കാം നമുക്ക് ആ ഷാനിക കീർത്തി എന്തോയ്ക്കാ ഒരു ഓളം അതെ പിന്നെ ഡെഫിനറ്റ്ലി ഡാൻസ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ വോയിസ് ടെക്സ്ചർ അതൊക്കെ അടിപൊളിയായിരുന്നു. ശ്രുതി ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പാട്ടിന് അങ്ങനെ ഒരു കൾച്ചറും കൂടിയാണ്, ഒരു സ്വിങ് മോഡാണ്, ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനിലൂടെ പോകേണ്ട പാട്ടും അല്ല, അതിന് ഈ ഒരു സ്വിങ് വേണം താൻ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ആണ് ഫീൽ ചെയ്തത്. ബാക്കി അതർവൈസ് നോക്കുമ്പോൾ നല്ല ഓളുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു റൗണ്ട് വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പാട്ടുകളൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, കീർത്തിയുടെ ആറ്റിറ്റ്യൂഡ്, കീർത്തിയുടെ
ഒരു സോങ്ങിനോടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഓക്കെ സർ. ശ്രുതി മാത്രം ഒന്ന് ടയർഡായോ? ഇല്ല. ഓക്കെ, നന്നായിരുന്നു. താങ്ക് യു. അതുപോലെ കോറസും അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി കീർത്തിസ് എന്താ ചേച്ചി? കലക്കി, താങ്ക് യു ചേച്ചി. സൂപ്പർ ആയിരുന്നു. you. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളുടെ ആ ഒരു പെർഫോമൻസ്. കാരണം കീർത്തിക്ക് ഒരു കോൺഫിഡൻസ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ വേറെ തന്നെ ഒരു ലെവൽ കീർത്തിയാണ്. മറ്റേ മെലഡി സോങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയം കൊണ്ട് നടക്കുന്ന കീർത്തി ഇത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോൾ ആ ഒരു ഒരു ഉഷാർ ഒരു കൂടുതലാണ്. അപ്പോൾ അത് ആ ഡാൻസും എല്ലാം ഇതിങ്ങനെ പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു മെയിൽ സിംഗർ കൂടെ വേണം. ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഹൈ പോർഷൻസും ഒക്കെ മെയിലാണ് വരുന്നത്. പക്ഷെ എന്നാലും മോൾ അത് ഫീൽ ചെയ്യിപ്പിക്കാതെ മോളുടെ ഒരു രീതിയിൽ മനോഹരമാക്കിയത്. താങ്ക് യു മാം. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോഴത്തേക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കുള്ള ചെറിയ മൈനറായിട്ടുള്ള ശ്രുതി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ഓൺ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഉഗ്രനായിരുന്നു. താങ്ക് യു. ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ കോറസ് പിള്ളേരും പൊളിച്ചടുക്കി. എല്ലാം നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാവരും മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു മോളെ. ആൻഡ് യു ലുക്ക് സ്റ്റണിങ്. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ഹായ് കീർത്തി. ഹായ്. അല്ല, ഇന്ത്യക്കാലം ഒരു ധൈര്യമായിട്ട് നിന്ന് പാടി. അതിന് സല്യൂട്ട്. താങ്ക് യു. അങ്ങനെ വേണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് പാട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ കട്ടയ്ക്ക് നിൽക്കുക, അതാണ് വേണ്ട ധൈര്യം. അത് എന്നാലും ഒരു കീറ് വെച്ച് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. കീറും എന്നുള്ള ഒരു പേടി മുമ്പിൽ നിൽക്കുന്നവനെങ്കിലും വേണം. അത് മതി. നമ്മൾ അടിച്ചില്ലാലും കുഴപ്പമില്ല. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. അപ്പം എന്തൊക്കെയായാലും നമ്മുടെ ചക്കര ജേക്സിൻ്റെ പാട്ടായതുകൊണ്ടും കുറേ ഇഷ്ടം എനിക്ക്. താങ്ക് യു സർ. കാരണം ജേക്സുമായിട്ട് അത്രയ്ക്ക് ഒരു സ്നേഹബന്ധമുണ്ട്. പിന്നെ ജേക്സ് ഈ അടുത്തും ജേക്സിൻ്റെ മക്കളുടെ ഒരു കൊച്ചു വീഡിയോ അയച്ചു തന്നത്, അയ്യോ നല്ല ചക്കരകൾ, എൻ്റെ പാട്ട് എന്തോ മാലയമാണെന്ന് തോന്നുന്നു, അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ പറഞ്ഞു നിൻ്റെ മക്കൾ ചക്കരകളാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജും ചെയ്തു. അപ്പോൾ അങ്ങനെ ജേക്സിൻ്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. താങ്ക് യു സർ. പ്രത്യേകിച്ച് ശ്രേയാ ഘോഷൽ എന്തിനായിരുന്നു ഈ പാട്ടെന്ന് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, അതങ്ങനെ ഒരു ട്രൈ ചെയ്യാമല്ലോ. രസം, നൈസ്. മൊത്തത്തിൽ നല്ല എന്താ പറയുക ഒരു ഓളം ഉണ്ടായിരുന്നില്ല. താങ്ക് യു സർ. ഈ ശ്രുതി അവിടെ ചില ഏരിയകൾ ഈ നിർത്തുന്നതൊക്കെ അങ്ങോട്ട് ഷാർപ്പാകും, അതേ ഉള്ളൂ. പക്ഷേ പാട്ടിൻ്റെ സ്വഭാവത്തിന് അതൊട്ടും ബാധിച്ചിട്ടില്ല. ഇത് പറഞ്ഞൊരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ആയതുകൊണ്ടാണ് പറയുന്നത്. അതും കൂടെ കുറെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതിനൊരു കുറേയും കൂടെ ഗും കാണും. ഇപ്പം പിന്നെ ഞാനൊരു കാര്യം പറയാം. ജെയ്ക്സിന്റെ ഞാനിപ്പോ ജെയ്ക്സിനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വേണ്ട പറയണ്ട, അത് തീരില്ല. കാരണം നമ്മളൊക്കെ ഒരുമിച്ച്, കാരണം ജെയ്ക്സ് ആദ്യം കമ്പോസ് ചെയ്ത സോങ് ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. അപ്പം അങ്ങനെ ഒരുപാട് മെമ്മറീസ്. ഞാൻ ഫസ്റ്റ് ടൈം കൊച്ചിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അർജുൻ്റെ ഫ്രണ്ടായിരുന്നു ജെയ്ക്സ്. പിന്നെ വിനീത് വരുന്നു. അങ്ങനെ നമ്മളൊരു സർക്കിളായി ട്രാവലിംഗ്, ആൽബം ഷൂട്ടിംഗ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വൻ സംഭവം. ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഹായ് കീർത്തി, ഇത് ജെയ്ക്സ് ബിജോയ് ആണ്. ഷാനിപ്പം കലാപക്കാര കീർത്തി പാടിയത് കേൾപ്പിച്ചു. അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്സ്പ്രഷൻ, നല്ല പെപ്പി ആയിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കീർത്തി ജെയ്ക്സേട്ട പാട്ട് കേട്ടു. ഞാൻ കുറച്ച് കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ ബാക്കി എനിക്കും കേൾക്കണമല്ലോ. അപ്പൊ എന്നിട്ട് ഞാൻ ഫോൺ അവിടെ വെച്ചു. അത് വിഷമിക്കണ്ടാടാ, ജെയ്ക്സ് നല്ല മനുഷ്യനാണ്, ഉഗ്രൻ, നല്ല ചക്കരയാണ്, ഒരു വണ്ടർഫുൾ. നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്നു ജെയ്ക്സിന്. നല്ലൊരു വണ്ടർഫുൾ പേഴ്സണാണ്. ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഇത് തുടങ്ങാത്തത്. ജെയ്ക്സേ, ലവ് യുടാ. ജെയ്ക്സേ, ലവ് യുടാ. അപ്പൊ ചക്കരെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് കുറെ ഇഷ്ടം. പ്രത്യേകിച്ച് നീ ഇത് ഈ സ്റ്റേജിലേക്ക് ഇമാതിരി പാട്ടുകൾ പാടി കലക്കുന്ന ഒരാളാണല്ലോ, അല്ലേ? ഇത് ഇഷ്ടവുമാണ്. അവിടെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ സംഗതികളുള്ള പാട്ടും പിന്നെ സംഗതികളൊന്നും ഇല്ലാത്ത ഇങ്ങനെ ആളുകളെ ത്രസിപ്പിക്കുന്ന പാട്ടുകൾ, അല്ലേ? ആം ഐ റൈറ്റ്? അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തോന്നും കണ്ട്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഡാൻസും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പൊ വണ്ടർഫുൾ. കീർത്തി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. കാരണം നല്ല ശബ്ദം, കാരണം ബ്യൂട്ടിഫുൾ വോയിസ്. ഇത് ഇതിന്റെ ഒറിജിനൽ പിച്ചാണോ? ഇത് ആണ്. കാരണം ശ്രേയാ ഘോഷലിനെ കൊണ്ട് പാടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ശ്രേയക്ക് വളരെ ലോ ആയിരിക്കും ഈ സംഭവം. അപ്പൊ സംതിങ് ഡിഫറെന്റ്, അതായിരിക്കും ജെയ്ക്സ് ഉദ്ദേശിച്ചത്. നന്നായിരുന്നു കേട്ടോ. ഇപ്പം ഷാൻ പറഞ്ഞ പോലെ ശകലം ശ്രുതി അവിടെ ഇവിടെ ആയിട്ട് പോയെന്നുള്ളതല്ലാതെ
ടോട്ടാലിറ്റിയിൽ ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. എടുത്ത് പറയേണ്ടത് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്തപ്പോൾ. ഇറ്റ് വാസ് സോ ഗ്രേസ്ഫുൾ. നന്നായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കീർത്തിയുടെ ഇത്രയും ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചേനാണ്. അയ്യോ അണ്ണാ, ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. പിന്നെ കീർത്തി നന്നായി കളിക്കും സർ. ഹൊറർ സോങ് ഏതായിരുന്നു? അതെ ശരി, അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ജേക്സിന്റെ ഒരു പാട്ടെന്ന് പറഞ്ഞപ്പം ജേക്സ് മദ്രാസിലായിരുന്നപ്പോൾ അണ്ണാച്ചി അവിടെ ഞാൻ 2-3 പടത്തിൽ പാടിയിരുന്നു. അവിടെ എം ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ, അവിടെ ആയിരുന്നു ജേക്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ജേക്സിന്റെ ഇപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ വിൻസെന്റ് ആണ്. പണ്ട് ജോൺ സേട്ടന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന വിൻസെന്റ് ആണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാന് ജേക്സിന്റെ ഇപ്പം തുടരും അതെല്ലാം പാടിയായിരുന്നു. ഇനിയിപ്പോ പുതിയ പടത്തില് 2 കിണ്ണം പാട്ടുകളുണ്ട്. അതായത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുന്ന 2 സോങ്. അപ്പൊ എന്തായാലും ജേക്സ് ഞങ്ങൾ മിക്കവാറും സംസാരിക്കാറുണ്ട്. ഇപ്പം ജേക്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രിസ്ത്യൻ ഡിവോഷനും പാടി. അടിപൊളി ഒരു പാട്ട്, നല്ലൊരു പാട്ട്. അപ്പോൾ ഈ പാട്ടും നല്ലൊരു രസമുണ്ടായിരുന്നു. കീർത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ബട്ട് ഗുഡ്, ആറ്റിറ്റ്യൂഡ് നന്നായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. എനിക്ക് സന്തോഷമായി, നല്ല കമന്റ്സ് ഒക്കെ കേട്ടോ. അതെ, ശരത് സർ. കീർത്തി, എന്താ സർ? എത്ര മാർക്ക്? എന്റെ മുഖത്ത് നോക്കിയാൽ നിനക്കത് വായിച്ചെടുക്കാം. എന്നാലും പറ, നീ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 9.3. 9.3. താങ്ക് യു സർ. എം ജി സർ 9.3. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. Okay, so total 18.6. Thank you. Super.